ഹായ് ഗേസ്, വെൽക്കം ടു കാർ ഗാരേജ്. ഇന്ന് ഞാൻ കാർ ഗാരേജിൻ്റെ വീഡിയോയിൽ വന്നിരിക്കുന്നത് വേറെ ഒന്നല്ല, നമ്മളുടെ ഇവിടുന്ന് 2 വർഷത്തോളമായി ഒരു വണ്ടി കംപ്ലീറ്റ് ചെയ്ത് പോയിട്ട്. അപ്പോൾ ആ വണ്ടി ഫ്രണ്ട് ഒന്ന് ഇടിച്ചു. അപ്പോൾ ആ വണ്ടി നമ്മൾ റിപ്പയർ ചെയ്യാൻ, ഹെഡ്ലൈറ്റ് ഒന്ന് പൊട്ടി. അപ്പോൾ അത് റിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ വണ്ടി ഫ്രണ്ട് ബമ്പർ പെയിൻറ്റ് ചെയ്തു, ഒരു ഫെൻഡർ പെയിൻറ്റ് ചെയ്തു. പക്ഷേ ബാക്കിയുള്ള പെയിൻറ്റിങ് നമ്മൾ പെയിൻറ്റിങ് ചെയ്തതാണ്. അപ്പോൾ 2 വർഷത്തോളമായി ആ വണ്ടി ഇവിടെ നിന്ന് പോയിട്ട്, വർക്ക് ചെയ്ത് പോയിട്ട്. അപ്പോൾ ആ പെയിൻറ്റിങ് ഇപ്പോഴും ഇപ്പോൾ 2 വർഷം കഴിഞ്ഞിട്ടും അതിൻ്റെ ക്വാളിറ്റി നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് ആ വണ്ടി ഒന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാണ്. ഇതാണ് നമ്മളുടെ വണ്ടി, ബ്ലാക്ക് വണ്ടി. ഫ്രണ്ട് DRL ഹെഡ്ലൈറ്റ്, ബാക്ക് LED ടൈലൈറ്റൊക്കെ ചെയ്തൊരു വണ്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഫിനിഷിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. കണ്ട, ഇപ്പോൾ ഇത്ര നാളായിട്ട് പോലും അതിൻ്റെ ഒരു ഫിനിഷിങ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തതാണ്. നമ്മളെല്ലാവരും DRL ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ ഇതേപോലെ കണ്ടിട്ടുണ്ട്. അതായത് ഇതാണ് DRL ഹെഡ്ലൈറ്റ്, LED ടൈലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, ഈ DRL ഹെഡ്ലൈറ്റ് നിങ്ങൾക്ക് പൊളിച്ചിട്ട്, അതായത് അഴിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്തിട്ടായിരിക്കുമെന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാനൊരു വീഡിയോ ചെയ്യണം. അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ അഴിക്കലും പരിപാടികളൊക്കെ ആയിട്ടൊന്ന് തുടങ്ങാം. അതായത് ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക കാർ ഗാരേജിനെ. അപ്പോൾ ഞാൻ DRL ഹെഡ്ലൈറ്റ് നിങ്ങൾ അഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഉള്ളിലുള്ള ഒരു ഫ്രെയിം എന്ന് പറയുന്നത്. ഈ ഫ്രെയിമിലാണ് നമ്മളുടെ മെട്രിക്സ് ടൈപ്പ്, അതായത് ഡയലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു ഫ്രെയിമിലാണ്. പണ്ട് നമ്മൾ DRL ഹെഡ്ലൈറ്റിൽ, അതായത് ഇന്നോവയ്ക്ക് വരുന്ന ഹെഡ്ലൈറ്റിൽ ഉണ്ടായിരുന്നത് ഇതായിരുന്നു ഇൻഡിക്കേറ്റർ. പിന്നെ അത് വ്യത്യസ്തപ്പെടുത്തിയിട്ട് ഈ ഒരു റണ്ണിങ് ടൈപ്പ് ആക്കി. അപ്പോൾ ഈ റണ്ണിങ് ടൈപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് ഡയലൈറ്റ്, ഇത് ഫുള്ളായിട്ടാണ് ഡയലൈറ്റ്. കണ്ട, ഇതിൻ്റെ ഉള്ളിൽ സംഭവമൊന്നുമില്ല. കണ്ട, ഫൈബർ പാർട്സാണ്, നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. അങ്ങനെ വലിയ ലോക്കൽ കാര്യങ്ങളൊന്നും അല്ല. കണ്ട, നല്ല സ്ട്രോങ് ആണ് ഉള്ളൊക്കെ. ഇതിൻ്റെ ബാക്കിൽ എന്ന് പറയുന്നത് കേട്ടോ, 2 കപ്ലർ വരുന്നുണ്ട്. അതിൻ്റെ ഒരു ചിപ്പ് വരുന്നുണ്ട്. കണ്ട, ഒരു ഇലക്ട്രോണിക് ചിപ്പ് ഇവിടെ ഉണ്ട്. ഇതൊക്കെ നിയന്ത്രിക്കേണ്ടതായിരിക്കാം. ഈ മറ്റേ നമ്മുടെ ഈ സിഗ്നൽ ലൈറ്റ് ഇടുമ്പോൾ റൺ ചെയ്യണില്ലേ, അതിൻ്റെയൊക്കെ ഇതായിരിക്കാം. അതേപോലെ ഇത്രയാണ് ഈ ഒരു ഫ്രെയിമിൽ വരുന്നത്. 2 ഫ്രെയിമാണ്. ഇത് കപ്ലറാണ്. നമ്മൾ അതിലേക്ക് കപ്ലർ ഇട്ട് അതായത് ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ബാക്കിയുള്ള ഭാഗം. ഇതാണ് സംഭവം, ഇത്രേ ഉള്ളൂ. ഇതിന്മേ ഒരു ഗ്ലാസ് ഇട്ടിട്ടുണ്ടെങ്കിൽ സംഭവം നമ്മുടെ ഹെഡ്ലൈറ്റും സെറ്റപ്പായി. പക്ഷേ ഇത് ഇന്നോവയുടെ രീതിയിൽ തന്നെ എന്താ സൈഡൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. ഇനി നമ്മൾക്ക് ഇതിൻ്റെ മെയിൻ ഫ്രെയിം കാണിച്ചു തരാം. ഇതാണ് ലെൻസ്. കണ്ടോ, ഇതാണ് ലെൻസ്. ഇതിൽ അയച്ചെടുക്കാൻ പറ്റും. അതായത് ഈ ബാക്കിലാണ്ട് ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്. സ്ക്രൂ കാണുമെന്ന് വിചാരിക്കുന്നു. ഈ സ്ക്രൂ അയച്ചിട്ടുണ്ടെങ്കിൽ ഈ ലെൻസ് അയച്ചെടുക്കാൻ പറ്റും. ഈ ലെൻസ് അയച്ചെടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ബൈക്കിനൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അതായത് ഇവിടെ എന്തോ ഒരു യൂണിറ്റ് ഉണ്ട്. ഇത് ഈ കപ്ലർ വരുന്നത്, അതായത് ഹെഡ്ലൈറ്റിൻ്റെ എന്തോ ഒരു യൂണിറ്റാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഓക്കെ, കപ്ലർ നമുക്ക് ചെക്ക് ചെയ്യാം.
ഓക്കെ ഇതാണ് കപ്ലർ. ഓക്കെ ഇതൊരു ബോർഡിലേക്ക് പോണ എന്തോ ഒരു സംഭവമാണ്. ഹെഡ്ലൈറ്റിൻ്റെ യൂണിറ്റാണ് തോന്നുന്നുണ്ട്. ഇത് എനിക്ക് കറക്റ്റ് എങ്ങനെ അറിയില്ല. നല്ല ഗേജുള്ള വയറും കാര്യങ്ങളൊക്കെയാണ്. ഗേജ് ഉണ്ട്, ബലമുണ്ട് വയറിന്. അപ്പോൾ അത് കാരണം ഹെഡ്ലൈറ്റിൻ്റെ ആയിരിക്കാം. ഇത് ഇൻഡിക്കേറ്ററിൻ്റെ സിഗ്നൽ ലൈറ്റിൻ്റെ കപ്ലർ. ഇത് പാർക്ക് ഡയലൈറ്റായിട്ട് വരയ്ക്കാനുള്ള പാർക്ക് കണ്ട. ഇതിൻ്റെ ഉള്ളിൽ കൂടെ കണ്ട പോയിട്ട് പുറത്തേക്ക് ഒറ്റ കപ്ലർ, പുറത്തെ കപ്ലർ അവിടെ പുറത്തത് ഒറ്റ കപ്ലർ കണ്ടോ. ഹെഡ്ലൈറ്റിൻ്റെ യൂണിറ്റ് ഇതാണ് കേട്ടോ. അപ്പോൾ അത് ഹെഡ്ലൈറ്റിൻ്റെ അല്ല, അത് വേറെ എന്തോ യൂണിറ്റാണ്. അപ്പോൾ അതേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലുള്ള സാഹസികമായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനിയും വരുന്നതാണ്. സാഹസികം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ അഴിച്ചെടുത്താന്ന് പറഞ്ഞാൽ ചെറിയ പരിപാടിയല്ല. അഴിച്ചെടുത്തു നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഇത് ഈ സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ ഇതേപോലെ വരാമെന്നടാ. ഇങ്ങനെ സ്ക്രൂ ഇട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനിയും വരുന്നതാണ്. റീസ്റ്റോറേഷൻ ഫുള്ളായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനിയും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.